बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാലമാണ് ഭൂതകാലം അല്ലേ ഭൂതകാലം അതായത് പാസ്റ്റ് ടെൻസ് നമ്മൾ എന്ത് ചെയ്യും ഇംഗ്ലീഷിൽ പറയും നമ്മൾ ഹിന്ദിയിൽ അറിഞ്ഞിരിക്കേണ്ട ഭൂതകാലത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ഭൂതകാലം എത്ര ഭൂതകാലങ്ങൾ ഉണ്ട് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം നോക്കാം നമുക്ക് സാമാന്യ ഭൂതകാലം അല്ലേ അപ്പം ഒന്നാമത്തേത് സാമാന്യ ഭൂതകാലാണ് അതേപോലെ ആസന്ന ഭൂതകാൽ അല്ലേ ആസന്ന ഭൂതകാൽ അതേപോലെ നമുക്ക് വരുന്നത് മൂന്നാമത്തെ പൂർണ്ണ ഭൂതകാൽ അല്ലെ പൂർണ്ണ ഭൂതകാലാണ് മൂന്നാമതായിട്ട് വരുന്നത് അതേപോലെ പിന്നെ വരുന്നത് എന്താണ് സന്ദിഗ്ധ ഭൂതകാൽ സന്ദിഗ്ധ ഭൂതകാൽ അപ്പൊ 4 ഭൂതകാലം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അഞ്ചാമതായി വരുന്നത് അപൂർണ ഭൂതകാൽ അല്ലെ അപൂർണ ഭൂതകാലാണ് അഞ്ചാമതായി വരുന്നത് അതേപോലെ ആറാമത്തേത് ഹേതുമത് ഭൂതകാൽ അല്ലെ അപ്പൊ 6 ഭൂതകാലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി അപ്പൊ ഏതൊക്കെയാണ് സാമാന്യ ഭൂതകാൽ ആസന്ന ഭൂതകാൽ പൂർണ്ണ ഭൂതകാൽ സന്ദിഗ്ധ ഭൂതകാൽ അപൂർണ ഭൂതകാൽ ഹേതുമത് ഭൂതകാൽ അങ്ങനെ 6 ഭൂതകാലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പൊ സിമ്പിളായിട്ട് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഇതെന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അപ്പൊ എന്താണ് സാമാന്യ ഭൂതകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ സാമാന്യ ഭൂതകാൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നല്ലാതെ എപ്പോ കഴിയും അല്ലെ എന്ന് വ്യക്തമാവാത്തതാണ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോ കഴിയും അല്ലെ കഴിഞ്ഞു എന്നല്ലാതെ എപ്പോ കഴിഞ്ഞു എന്ന് വ്യക്തമാവാത്തതാണ് എന്ത് സാമാന്യ ഭൂതകാൽ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ക്ലിയർ ആണോ അതേപോലെ ആസന്ന ഭൂതകാൽ അല്ലെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ള അത് വരുന്നതാണ് എന്ത് ആസന്ന ഭൂതകാൽ കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ കഴിഞ്ഞോ നമ്മൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്നാ നമ്മൾ പറയാറില്ലേ യെസ് അതേപോലെ പൂർണ്ണ ഭൂതകാൽ അല്ലെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണ് വളരെ പഴക്കം വന്നത് അതായത് പണ്ടത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതായത് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ വളരെ മുമ്പ് വളരെ പഴക്കം വന്നതാണ് അല്ലെ അപ്പൊ മുമ്പേ കഴിഞ്ഞതാണ് നമ്മൾ പറയാറുണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു നമ്മൾ കഥയൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ഓക്കെ അതാണ് ഏത് പൂർണ്ണ ഭൂതകാൽ എന്നുള്ളതിൽ എന്ത് ചെയ്യുന്നത് വരുന്നത് ഇനി നമുക്ക് വരുന്നതാണ് സന്ദിഗ്ധ ഭൂതകാൽ സംശയം അല്ലെ അതായത് കഴിഞ്ഞതിൽ എന്ത് ചെയ്യാണ് ഉണ്ടാകും കഴിഞ്ഞതിൽ എന്ത് വരികയാണ് സംശയം വരികയാണ് അല്ലെ അതാണ് എന്ത് സന്ദിഗ്ധ ഭൂതകാൽ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇനി നമുക്ക് വരുന്നത് എന്താ അപൂർണ ഭൂതകാൽ അതായത് പൂർണ്ണതയില്ലാത്തത് കൊണ്ട് അപ്പൊ തുടങ്ങിയിട്ട് കൂടുതലായി തുടങ്ങിയിട്ട് കുറേ സമയമായിട്ടുണ്ട് പക്ഷെ അതിന്റെ പര്യവസാനത്തിൽ എന്ത് ചെയ്യാണ് പൂർത്തിയാക്കുന്നതിൽ എന്താണ് സംശയം വരികയാണ് അപ്പൊ തുടങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ട് പക്ഷെ അതിന്റെ പൂർണ്ണത എത്തിയിട്ടില്ല പൂർണ്ണതയിൽ എന്താണ് സംശയം വരുന്നതാണ് ഏത് അപൂർണ ഭൂതകാൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് അവസാനമായിട്ട് ഭൂതകാലത്തിൽ ആറാമതായി വരുന്നത് ഹേതുമത് ഭൂതകാലാണ് അല്ലെ ഹേതുമത് ഭൂതകാലത്തിൽ എന്താണ് പറയുന്നത് കഴിഞ്ഞുപോയതും പരസ്പരം ബന്ധമുള്ളതുമായ രണ്ട് കാര്യം അല്ലെ അപ്പൊ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടിട്ട് ഒരാൾ കരയാണ് അപ്പൊ നമ്മൾ പറയുന്നത് നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പരീക്ഷയ്ക്ക് വിജയിക്കുമായിരുന്നല്ലോ എന്ന് അപ്പൊ രണ്ടാമത്തെ പ്രക്രിയയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കരയുന്നത് അപ്പൊ ആദ്യത്തെ പഠിക്കുന്നതിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആദ്യത്തേത് സെറ്റാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു ആദ്യത്തെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ പരീക്ഷയ്ക്ക് തോൽക്കില്ലായിരുന്നു ഹേതുമത് ഭൂതകാലം അപ്പൊ എന്താണ് കഴിഞ്ഞു പോയതും പരസ്പരം ബന്ധമുള്ളതുമായ രണ്ട് കാര്യങ്ങൾ അപ്പം ഇവിടെ തോൽക്കാതിരിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ള ഒരു പ്രക്രിയ അപ്പൊ ആദ്യത്തും രണ്ടാമത്തും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ അപ്പൊ ആദ്യത്തേതും ബന്ധമുള്ളതും പരസ്പരം ബന്ധമുള്ളത് അല്ലെ കഴിഞ്ഞു പോയതും പരസ്പരം ബന്ധമുള്ളതുമായ രണ്ട് കാര്യം ചേർന്നിരിക്കുന്ന രണ്ട് കാര്യമാണ് ഹേതുമത് ഭൂതകാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി വെക്കുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സെറ്റായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ സിമ്പിൾ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പൊ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം ഭൂതകാൽ 6 തരത്തിലുണ്ട് അല്ലെ ഭൂതകാലം പാസ്റ്റ് ടെൻസ് നമ്മൾ എന്ത് ചെയ്യും ഇംഗ്ലീഷിൽ പറയും സാമാന്യ ഭൂതകാൽ ആസന്ന ഭൂതകാൽ പൂർണ്ണ ഭൂതകാൽ സന്ദിഗ്ധ ഭൂതകാൽ അപൂർണ ഭൂതകാൽ ഹേതുമത് ഭൂതകാൽ ഇത്തരത്തിലുള്ള 6 ഭൂതകാലം നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു സെറ്റായി സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വെറുതെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക സെറ്റാണ് നിങ്ങൾക്ക് പരീക്ഷയിലൊക്കെ ഉപകാരപ്പെടും സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ